വംശനാശം സംഭവിച്ച ജീവിവർഗങ്ങളിൽ പലതിനെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട്. 10,000 വർഷം മുമ്പ് ഭൂമുഖത്ത് നിന്ന് അന്യം നിന്ന ചെന്നായ വർഗത്തിൽപ്പെട്ട ഡയർവൂൾഫ് കുഞ്ഞുങ്ങളെ ജിനോം എഡിറ്റിങ്ങിലൂടെ പുനരുൽപ്പാദിപ്പിച്ചത് വാർത്തയായിരുന്നല്ലോ. വൻജീവിയായ മാമൂത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ പ്രാചീന മനുഷ്യരായ നിയാണ്ടർത്താൾ മനുഷ്യരെയോ മറ്റോ പുനരുൽപ്പാദിപ്പിച്ചാൽ അവർക്ക് ശർഈയായ ഹുക്കുമുകൾ ബാധകമാകുമോ? മനുഷ്യർ എന്നാൽ ആദം സന്തതികൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആദം സന്തതികളായ മനുഷ്യർക്കാണല്ലോ നിയമങ്ങൾ ബാധകമാകുന്നത്. ആദം സന്തതികളല്ലാത്ത മനുഷ്യർക്ക് ഇസ്ലാം ബാധകമാകുമോ? ആദം സന്തതികൾ എന്നത് സാധാരണമായൊരു പ്രയോഗമാണ്. യാബനി ആദം എന്നത് മനുഷ്യരുടെ ആദ്യോ പിതാവ് ആദം നബി അലൈഹിസ്സലാം ആണ് എന്നതുകൊണ്ട് മനുഷ്യർക്ക് ബനു ആദം എന്ന് പറയും. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഹയവാനുൻ നാത്തിഖുൻ എന്നാണ്. പ്രകടനശേഷിയുള്ള ആശയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന ജീവി. ആ ജീവി നമുക്ക് തന്നെ അറിയാം. ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യ സന്തതി എന്നുള്ള നിലക്ക് ഉമ്മയല്ലേ ഉള്ളൂ, വാപ്പല്ലല്ലോ. അപ്പോൾ ആദം നബിൻ്റെ മകനാണ് എന്ന് പറയാൻ, ശരിക്ക് മകനാണെന്ന് പറയാൻ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയില്ലല്ലോ. മറിയം ബീവിൻ്റെ മകനാണ് എന്നല്ലേ പറയുള്ളൂ. ഖുർആനും അങ്ങനെ തന്നെ പറയുള്ളൂ. ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ. ഇബ്നു ആദം എന്ന് ബഹുമാനപ്പെട്ടവരെ വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യരല്ലേ ബഹുമാനപ്പെട്ടവർ. അപ്പം അങ്ങനെ മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ ആദം നബിയുടെ മക്കൾ പരമ്പരയിൽ സാധാരണ ജനിക്കുന്നത് പോലെ ജനിക്കണം എന്നില്ല. അങ്ങനെ ജനിക്കാതെ ഒരു നിയാണ്ടർതാൾ മനുഷ്യനെയോ പെക്കിങ് മനുഷ്യനെയോ ഒക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ അതൊന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ, അള്ളാഹു ലോകം സൃഷ്ടിച്ചു എന്നതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതവുമല്ല. കാരണം നിലവിലുള്ളതിൽ നിന്ന് പുനരുൽപ്പാദിപ്പിക്കുകയാണ് ഇതൊക്കെ. നിലവിലുള്ളതിൽ നിന്ന് പുനരുൽപ്പാദിപ്പിക്കുക, അതില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ, അള്ളാഹുവിന് സ്വന്തമായിട്ടുള്ള ഹൽക്ക് എന്നതിനെ ചോദ്യം ചെയ്യാവുന്ന ഒന്നുമല്ല ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊന്നും. നിലവിലുള്ളതിൽ നിന്ന് പുനരുൽപ്പിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീജമെടുത്തിട്ട് വല്ല ടെസ്റ്റ് ട്യൂബുകളും വെച്ചിട്ട് ജനിപ്പിച്ചാലോ വല്ല ഏതെങ്കിലും പരീക്ഷണശാലകളിൽ ഏതെങ്കിലും ലാബുകളിൽ ഉൽപ്പാദനം നൽകിയാലോ ഒക്കെ ജനിച്ചു വരുന്നത് ഹയവാനുൻ നാത്തിഖാണോ? അതായത് ബുദ്ധിയുള്ള ആഖിലായ മനുഷ്യനാണോ, ജീവിയാണോ? എന്നാൽ അത് മനുഷ്യനാണ്. ആകൃതി പട്ടിൻ്റെ ആകൃതിയാണെങ്കിലും ശരി, അങ്ങനെയാണ് കണക്ക്. പട്ടി പ്രസവിച്ചു ഒരു പട്ടിൻ്റെ ആകൃതിയിൽ ഒരു കുട്ടീനെ, പക്ഷെ അന്തള്ള മനുഷ്യരായി, അക്കലുള്ള മനുഷ്യരായി. നാം മനുഷ്യൻ എന്ന നിലക്കുള്ള നിയമം അതിന് ബാധകമാണ് എന്നാണ് ഇസ്ലാം. നിസ്കാരം വേണം, നോമ്പ് വേണം, നമ്മുടെ ശരീരത്തിൽ വന്ന ഒക്കെ വേണം. ആദം നബിൻ്റെ സന്തതിയായിട്ട് ജനിക്കണം എന്നതിന് കണക്കില്ല. അപ്പം ഇത് മനസ്സിലാക്കി തരുന്നത് മനുഷ്യൻ ജനിക്കണം, മനുഷ്യനിലൂടെ മനുഷ്യത്തിയിലൂടെ എന്നില്ല. പാറയിൽ നിന്ന് ജനിച്ചാലും അതിന് ബുദ്ധിയുണ്ട്, അന്തമുണ്ട് എന്ന് വെച്ചാൽ അഖിലാണ് തെക്കിലീഫിൻ്റെ മാനദണ്ഡം. തെക്കിലീഫിൻ്റെ മാനദണ്ഡം അഖിലാണ്. അഖിൽ എന്ന് പറഞ്ഞാൽ വിവേകം, വകതിരിവ്. വകതിരിവ് എന്ന് നമ്മൾ പറയുന്ന തമ്മീസനാണ് അഖിൽ എന്ന് പറയാം. മറ്റുള്ള അതിൻ്റെ സിദ്ധികളൊന്നും വിഷയമല്ല. തമ്മീസ് കല്ലും മണ്ണൊക്കെ വേർതിരിഞ്ഞറിയും, മനരിക്കാനും മൂത്രയ്ക്കാനും മലമൂത്രമൊക്കെ വേർതിരിച്ചറിയും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ വേർതിരിച്ചറിയും. ഈ അഖിലുണ്ടെങ്കിൽ ആ അഖിലുള്ള മനുഷ്യന്മാർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശറഈ ബാധ്യതയുണ്ട്. അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചാലും വേണ്ടിയില്ല, എവിടുന്ന് പെറുക്കിക്കൊണ്ടുവന്നാലും വേണ്ടിയില്ല, ഏത് ലാബിൽ നിന്ന് ജനിപ്പിച്ചാലും വേണ്ടിയില്ല, ഏത് പരീക്ഷണശാലയിൽ ഏത് ടെസ്റ്റ് ട്യൂബിലൂടെ ജനിച്ചാലും വേണ്ടിയില്ല. ഇതാണ് ശറഈൻ്റെ കണക്ക്. ശറഈ അവിടെ ഒന്നും തോൽക്കൂല. ശറഈന് അവിടെ ഒക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും കേടുവല്ല. ഇതൊക്കെ മനുഷ്യൻ്റെ കഴിവുകൾ എത്ര ഉയർന്നു വളർന്നാലും ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഒരു സാധനത്തെ പടക്കാൻ മനുഷ്യന് കഴിയില്ല. ഒരു ഉണ്മയിൽ നിന്ന് മറ്റൊരു ഉണ്മ, ഇത് കഴിയും. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം. നിലവിലുള്ള ഒരു ഉണ്മയിൽ നിന്ന് മറ്റൊരുണ്മയെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമുള്ള ഒരു സവിശേഷമായ ഗുണമാണ്. അതിനെ ആധാരമാക്കിയാണ് ആ റബ്ബുൽ ആലമീനാണ് ആരാധ്യൻ എന്ന് പരിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്നത് തന്നെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഖലഖക്കും എന്ന് പറയുന്നതിനെ ആധാരമാക്കിയാണ് ഇബാദത്ത് റബ്ബിന് മാത്രമാകുന്നു എന്ന് ഖുർആൻ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഹൽക്ക് എന്ന് പറയുന്നതിന് ഇതൊന്നും വെല്ലുവിളിയല്ല.
അതോടൊപ്പം അത്തരം വെല്ലുവിളികൾ ശറഇന്റെ അഹ്കാമുകളുടെയോ ഫിഖ്ഹിന്റെ നിയമങ്ങളുടെയോ കാര്യത്തിൽ ഉയർത്താമെന്ന് ഇത്തരം പരീക്ഷണങ്ങളെയൊന്നും ഉയർത്തിപ്പിടിച്ച് ആരും മോഹിക്കേണ്ടതില്ല, ചിന്തിക്കേണ്ടതുമില്ല. ശറഇന്റെ നിയമത്തിൽ അതിനൊക്കെ നിയമമുണ്ട്, വകുപ്പുണ്ട്. ആ നിയമത്തിൽ പ്രകാരം തെക്ലീഫ് ബാധകമാകുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അത് മനുഷ്യനായി തീരും. ആകൃതി മനുഷ്യ കോലത്തിലായാലും പശുവിൻ്റെ കോലത്തിലായാലും പട്ടിക്കോലത്തിലായാലും ഒക്കെ അത് തന്നെയാണ് നിലം.